ചേട്ടാ മകന് സിനിമ ഒരുപാട് ഇഷ്ടമാണല്ലോ, എന്തുകൊണ്ട് അവനെ പിടിച്ച് കൊണ്ടുവരുന്നില്ല? അവൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആടിലൊരു ഏരിയ ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആണോ? അവൻ ആടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം പഠിക്കട്ടെ, അതിൻ്റെ ബിഹൈൻഡ്സ് കുറച്ച് വെയിലൊക്കെ കൊണ്ട് പഠിച്ചു വരട്ടെ. അല്ല പെട്ടെന്ന് നമ്മൾ ഒരു സ്ക്രീനിൻ്റെ മുമ്പിലേക്കൊന്നും കൊണ്ടുവരാൻ. അവനെന്താണ് ഇഷ്ടം അത് ചെയ്യാം അല്ലേ. അവനിപ്പോൾ തൽക്കാലം സ്ക്രീനിൻ്റെ പുറകിൽ പഠിക്കാനാണ് ഇഷ്ടം. പഠിക്കട്ടെ. അപ്പോൾ ഏടിയിൽ കുറച്ച് വന്ന് വെയിലൊക്കെ കൊണ്ട് പഠിച്ച് വരട്ടെ. ഓക്കെ, ഞാനല്ല കൊണ്ടുവരണ്ടേ, അവൻ തന്നെ കയറി പോകാം. അതല്ല, പുള്ളിക്കാരോട് സംസാരിച്ചപ്പോൾ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണ്. ഇപ്പോൾ തൽക്കാലം സിനിമ കാണുന്നതാണ് ഇഷ്ടം. ഇനി അത് പഠിച്ചു വരട്ടെ. ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്താണ് ഡൂഡിൻ്റെ അവസ്ഥ, ഇനി ഡൂഡ് എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ വരും. പാപ്പൻ്റെ ടീമിന് $3 മില്യൺ കിട്ടി നിൽക്കുന്നു. നമ്മുടെ സാത്താൻ സേവിയറിന് കമ്മട്ടവും പോയി, $3 മില്യൺ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? അങ്ങനെ വരുമ്പോൾ നമ്മുടെ കഞ്ചാവ് സോമനും മറ്റവനും പണിയില്ലാണ്ടാവുമോ? അങ്ങനെയൊക്കെ. ഇപ്പോൾ ഷർബത്ത് ഷമീറിന് എന്ത് പറ്റും? പ്രമോഷനാണോ ഡിമോഷനാണോ? ശശി ആശാൻ എവിടെ നിൽക്കുന്നു? അങ്ങനെ എല്ലാത്തിനുമുള്ള ഉത്തരം ഞങ്ങൾ തരും. ആടുത്രിയില് ഷാജിപാപ്പന്റെ നടുവേനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം ആവട്ടെ. പരിഹാരം ആവണമല്ലോ. തീരെ വയ്യ പുള്ളി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഒരു പഴയ കാലഘട്ടം ഫ്ലാഷ് ബാക്ക് പഴയ കാലഘട്ടമല്ല, അത് ഏത് കാലഘട്ടമാണെന്നൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും ഞങ്ങൾ ഈ സിനിമ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തേ പോകുള്ളൂ. നീ കൊള്ളാണ്. എന്താ നീ അവിടെ പോയി എഴുതുക. അന്ന് ഞാൻ പറയുന്നില്ല. വിനായൻ ഇവിടെ ഇന്നലെ രാത്രിയിലാണ് അവിടെ ഷെഡ്യൂൾ കഴിഞ്ഞത്. പിന്നെ ലുക്ക് ടെസ്റ്റിന് വരിക അവിടെ വരും. വിനായൻ്റെ സുഖം അറിയാലോ. വിനായൻ കറക്റ്റ് സമയത്ത് വരും, പരിപാടി ചെയ്യും. ആട് 2 എല്ലാ കഥാപാത്രങ്ങളും ആട് 3 കാണുന്നു. എല്ലാവരും ഉണ്ട്. എല്ലാവരും എല്ലാ കഥാപാത്രങ്ങളും. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലത്തുണ്ടായ മലയാള സിനിമകളിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൊന്നായിരുന്നു. ഷർബത്ത് ഷമീറിന് ഇപ്പം തൽക്കാലം ശശി ആശാൻ ഉള്ളിടത്തോളം പിടിച്ചിരിക്കും പുള്ളി. പക്ഷെ ചില പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ആട് ഇപ്പം എല്ലാ സിനിമയും നമ്മൾ മലയാളത്തിലെ എല്ലാ ബിഗ് ബഡ്ജറ്റ് സിനിമകളും എല്ലാ ലാംഗ്വേജിലും OTTയുടെ നമ്മുടെ ഒരു റൂളാണല്ലോ. നമ്മൾ OTTയിൽ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ലാംഗ്വേജിലും ഡബ് ചെയ്താണല്ലോ അവർക്ക് കൊടുക്കുന്നത്. എല്ലാവരും കാണും. തിയേറ്ററുകൾ റിലീസും ചില ഭാഷകളിലുണ്ടാവും. അതിന് മുമ്പ് അവരെ ഈ മറ്റുള്ള ഇത് മലയാളം ഹ്യൂമറാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആട് 1ഉം ആട് 2ഉം കൂടെ ചേർത്ത് ഒരു സങ്കരണ സാധനം ഇറക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ആദ്യം നമുക്കൊന്ന് ഫ്ലാഷ് ബാക്ക് അങ്ങനൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഉപദ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നെ വിളിച്ചായിരുന്നു.
പൊക്കോട്ടെ. സൈഡോട് ചേട്ടാ ചേട്ടാ അയ്യോ ഞാൻ നമസ്കാരം. കുറച്ചൊന്ന് സെറ്റ് ചെയ്യാനും നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു പേരാണ്. എന്താണ് റിലീസ്? പ്രത്യേകിച്ച് 2015 ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്ത ഒരു പടത്തിന്റെ മൂന്നാമത്തെ വോള്യത്തിന് എന്ത് കുത്തലടാ ഫ്രണ്ടിൽ മാറിയ കുറച്ച് പേര് അപ്പുറം സൈഡിൽ പോകാൻ ചെല്ലി 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 എനിക്ക് സ്ഥലം ഉണ്ടോ 20 മിനിറ്റ് ഒരുമാതിരി സെക്യൂരിറ്റി നിൽക്കാൻ ഇതിലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഇതില് ഓരോരോ ക്യാരക്ടറിനോട് നമ്മൾ ചോദിക്കാൻ കാത്തിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട്, ഈവൻ ഞാൻ അടക്കമുള്ള മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഷാജി പാപ്പൻ ആ ഒരു $3 million ഒക്കെ കൊണ്ട് എങ്ങോട്ട് പോയി, എന്ത് കാണിച്ചു, അതുപോലെ തന്നെ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഷാജി പാപ്പന്റെ അടുത്തേക്ക്, ആ ഹൈറേഞ്ച് കിടക്കുന്ന ഷാജി പാപ്പന്റെ അടുത്തേക്കാണ് എല്ലാ പ്രശ്നങ്ങളും ചെല്ലാറ്. എന്തിന് കൊറോണ അടക്കം അവിടെ കൂടുതൽ നമ്മൾ കേട്ടു. ഇനി എന്ത് പ്രശ്നമാണ് ഷാജി പാപ്പന് വരാനിരിക്കുന്നത് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതും ഇത്തവണ 3Dയിൽ കൂടെയാണ് എന്ന് നമ്മൾ കേട്ടു. ആൻഡ് ആട് 3Dയിൽ എത്തുമ്പോൾ 3D മാത്രമാണോ, ബാക്കി ഒരുപാട് സർപ്രൈസസ് ഇതിന്റെ പിന്നിൽ കേൾക്കാം നമുക്ക്. ലെറ്റ്സ് ഓൾ മിഥുന്റെ തന്നെ നമുക്ക് ആദ്യം ഒരു വലിയ കയ്യടി കൊടുത്തുകൊണ്ട് ഈ ഒരു വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ ആട് 1, 2 and 3 എത്തി നിൽക്കുമ്പോൾ എന്താണ് ആ ഡയറക്ടർ പറയാനുള്ളത്? എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഉടലെടുക്കുന്നത്? ഇനി മൂന്നാമത്തെ പാർട്ടിൽ ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആടത്തിന്റെ ഒരു ചെറിയ ഒഫീഷ്യൽ പൂജ പരിപാടി നമ്മൾ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. നമ്മൾ 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ 2015 സിനിമ ഇറങ്ങുമ്പോൾ ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു. അത് പറയാനുള്ള നല്ലൊരു വാക്കാണ്. വിഷമിക്കേണ്ട ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയ സിനിമയാണ്. അതാണ് റിയാലിറ്റി. അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ രണ്ടാം ഭാഗം എങ്ങനെ വന്നു നിങ്ങൾക്കറിയാം. അപ്പോൾ തൊട്ട് നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു ട്രിലജിയാക്കി, ഒരു 3 പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായിരുന്നു. ഇപ്പം ആളുകൾ ഓൺലൈനിലും എല്ലാവർക്കും മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആട് 3 സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം. അത് ആദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല. പക്ഷെ ഇത്തവണ നമ്മൾ ആടിന്റെ സ്വഭാവം മാറ്റാതെ, അതിന്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കുകയാണ്. നമ്മൾ
സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാന്റസിയിലേക്ക് ഇത്തവണ കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിലെ ഫാന്റസി എലമെന്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നത്. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, സംതിങ് എൽസ്. അപ്പോ എന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15 തുടങ്ങാൻ പോവാണ്. അപ്പോ അത് വെൽക്കം മിസ്റ്റർ റോണി. അപ്പോ ഇതിന്റെ ചെലവിനെ കുറിച്ചും ഇതിന്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതിനു വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും. ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുക. ആ വ്യത്യസ്തത നമ്മൾ ആട് 1ലും 2ലുമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാന്റസി എലമെന്റ് ആയിട്ട് വളരെ ഒരുപാട് നെറേറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളുമാണ്. അപ്പൊ ഈ ക്രിസ്മസിന് ഇതിന്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് ഷാജി ബാബനും സംഘവും എത്തുമെന്നാണ് ക്രിസ്മസ് പൊയ്ക്കാനുള്ള പരിപാടികളാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷകളാണ്. ഇനി നമ്മളിവിടെ മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. പാസ് ഓഫ് ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. ലിസ്റ്റിംഗ് ചെയ്ത് വെച്ച് ബാക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോട്. കാരണം ആട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റിയൊക്കെ നമ്മൾ അനുഭവിച്ചു ഒരു സമയമാണ്. അപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പല കഥകളും ആലോചിക്കുമ്പോൾ ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി ബാബുമായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു ഗ്രൂപ്പ് ഒരിക്കൽ കൂടി അറക്കല പോയിട്ട് വരേണ്ടി വരുമെന്നോ, ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേക്ക്. അവിടെയാണ് നമ്മുടെ രണ്ടാം ഭാഗം സംഭവിക്കുന്നത്. രണ്ടാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. പിന്നെ നമുക്ക് അറിയുന്ന ഒരു മൂന്നാം ഭാഗം സംഭവിച്ച് മതിയാകും. ഒരു ട്രിലജി ആയിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ചു. വളരെ ലളിതമായ ഒരു പൂജാചരണമാണ്. ഓഡിയോ ലോഞ്ച് ഗ്രാൻഡാക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ. ഈ ഇത്രയും ഒരു എപ്പിക് ഫാന്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയാം. കാരണം you were right. You gave us a second chance and now it is a third chance and definitely ഞങ്ങൾ ഡെലിവർ ചെയ്തിരിക്കും. അതിനുള്ള ഇനി there is no going back. അതിന് സാക്ഷിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. ഉള്ളൊന്നും പറയാനില്ല. കൂടെ ഉണ്ടാവണം. ക്രിസ്മസിന് സ്ക്രീനിൽ കാണണം. ഉറപ്പായിട്ടും നമ്മളും നന്ദിയുണ്ട്. പക്ഷേ 2017 ആണ് 2 റിലീസ് ആവുന്ന എന്താണ് ഈ ഫസ്റ്റ് പാർട്ട് പൊട്ടിയ സ്ഥിതിക്ക് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അപ്പൊ അന്ന് പറഞ്ഞത് സെക്കൻഡ് പാർട്ട് റിലീസ് ആവുമ്പോൾ അതിന് മറുപടി കിട്ടിക്കോളുന്നാണ്. ലെറ്റ്സ് കോൾ അപ്പോൺ ദി സ്റ്റേജ് വിജയ് ബാബു. അങ്ങനെ ആ സെക്കൻഡ് പാർട്ട് മറുപടി പറഞ്ഞു. ഈ മൂന്നാം രാവിലെ ഇന്നലെയാണ് ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഒരു ഫംഗ്ഷൻ വെക്കാം എന്ന് തീരുമാനിച്ചത്. കാരണം 15-ാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേര് ബോംബെയിൽ നിന്നും പല റീജൻസിൽ നിന്നും വരുന്നതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്ത് കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കലാണോ എയർപോർട്ട് അടയ്ക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നു. പിന്നെ ഇന്നലെ ബോംബെ എയർപോർട്ട് അടയ്ക്കില്ല, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ് വളരെ ചെറിയൊരു ചടങ്ങ് വയ്ക്കാം. ഞാൻ ഇതിലൂടെ പറഞ്ഞ മ്യൂസിക് ലോഞ്ച് എലാബറേറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ മ്യൂസിക് ലോഞ്ച് സമയമൊക്കെ പറയാമല്ലോ. ട്രെയിലർ ലോഞ്ച് നമുക്ക് എലാബറേറ്റ് വയ്ക്കാറ്. എന്നാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്ന കംപ്ലീറ്റ് മീഡിയ, ഓൺലൈൻ മീഡിയ ഒരുപാട് നന്ദി. ഇതൊരു അനൗൺസ്മെന്റും ഒരു ലോഞ്ചും പോലെ തന്നെയാണ്. പിന്നെ ഇന്നലെ ഈവനിങ് ആണ് എല്ലാ ആങ്കർ ചെയ്തായിട്ട് സിതാരെ വിളിച്ചു. സിതാരെ വിളിച്ചപ്പോൾ എന്ത് പ്രോഗ്രാം എന്ന് വെച്ചപ്പോൾ
ഈ ആട് 3D എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി വിചാരിച്ചു ആട് 3D അല്ല ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മാസ് എന്റർടൈനർ ആണ്. അപ്പം നമുക്ക് അതിന്റെ ഒരു എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം. വൺ ഓഫ് ദ ബിഗസ്റ്റ് ബഡ്ജറ്റ്സ് മൂവീസ് ഇൻ മോളിവുഡ് ആയിരിക്കും ആട് 3 എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഇതുവരെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബിക്കോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇനി DOP അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടോടി ഡയറക്ടർ ഓരോ ദിവസവും തൂണിന്റെ പുതിയകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ 3 മാസമായിട്ട് ഇതിവിടെ നിൽക്കത്തില്ല കേട്ടോ. പിന്നെ ഇപ്പൊ എന്തായി ഒരു കോള് വരുമ്പോൾ തന്നെ പേടിയാണ്. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ്. ഒരു ആടിന്റെ യാത്രയെ കുറിച്ച് പല ഓൺലൈൻ ഇന്ററാക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന 20 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹമാണ്. മലയാള ഓഡിയൻസിന്റെ ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റേറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി. ഞാൻ തമാശയായിട്ട് പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ഇമിഗ്രേഷൻ ഞാനിപ്പോൾ വെളിയിൽ പോവുകയാണ്. ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യം ആട് 3 വരുവാണ്. ഒരു ഊബർ ഡ്രൈവർ അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വേറെ ഒരു കാര്യം അവർക്ക് അറിയട്ടെ. എന്നെ കണ്ടാൽ അപ്പം ആട് 3 എന്ന് വരും എന്നുള്ള ചോദ്യം. ആ ഡ്രീമിന് ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളയ്ക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എനിക്കിന്ന് 2 സന്തോഷങ്ങളാണ്. ഒന്ന് ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കളം വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു മോട്ടിവേഷനാണ്. കാരണം അതും ഒരു ഫാന്റസി ചിത്രമാണ്. അപ്പം എന്നോട് ആള് ചോദിച്ചു, നിങ്ങൾ ഫാന്റസി മൂഡ് പിടിക്കുകയാണെങ്കിൽ ഫ്രൈഡേ ഫാന്റസി ഹൗസ് ഒന്ന് മാറ്റേണ്ടി വരുമോ? കാരണം ആട് 3 ഫാന്റസി ആണെന്നാണ് കേൾക്കുന്നതെന്ന്. അപ്പം ഇതെല്ലാം സിനിമ തന്നെ ഒരു ഫാന്റസിയാണ്. അപ്പം പടക്കളം ടീം ഇവിടെ ഉണ്ട്. അതിന്റെ ഡയറക്ടർ ടീം എല്ലാം ഞങ്ങളുടെ ഈ ആടിന്റെ ലോഞ്ചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിന് ഒരു കേക്ക് കട്ടിങ്ങിന് ശേഷം ഞാൻ നിങ്ങളുടെ എല്ലാവരും വിളിച്ച് ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എല്ലാവരും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഞാൻ ഇതെല്ലാം കൊണ്ട് പറയട്ടെ ചേട്ടാ. കഥ തന്നെ ഉണ്ടല്ലോ ഫുള്ള്. അതുകൊണ്ട് അത് അതിൽ എന്തൊക്കെ എഴുതുന്നത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ്. ഡയറക്റ്റ് എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരിക്കും. അതുകൊണ്ട് മിഥുൻ ഒരു ലോല ഹൃദയനാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ മിഥുൻ കഥ വരെ പറഞ്ഞു തരും. അതുകൊണ്ട് എന്നോട് മാത്രം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എക്സൈറ്റ്മെന്റോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. ഓൾറെഡി പറഞ്ഞു ഫാന്റസി മൂവി സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പടക്കം. ആൻഡ് ഇനി ഒരു ഫാന്റസി മൂവി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പ്രോമിസിംഗ് ആയിട്ട് കാത്തിരിക്കും എന്താണ് അടുത്തത് ഫ്രൈഡേ ഫിലിം ഹൗസിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന്. പക്ഷെ എനിക്ക് ആ ഒരു സെക്കൻഡ് പാർട്ട് കഴിഞ്ഞപ്പോൾ മുതലുള്ള ഒരു ചോദ്യമുണ്ട്. ചോദിക്കാനുള്ളത് വേറെ ആരോടുമല്ല, നമ്മളുടെ സ്വന്തം ഷാജി ബാബുനോടാണ് ചോദിക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് അതിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഫുൾ കഥ എന്നോട് പറയേണ്ടത് പറയട്ടെ. എന്നാലും വളരെയധികം സന്തോഷം. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ആട് 3 ലോഞ്ചിന് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഇതൊരു ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാൽ ഇതെന്റെ എനിക്ക് തോന്നുന്നു 107ാമത്തെ സിനിമയാണ്. അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നത് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വല്ലാത്ത സന്തോഷമാണ്. മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ഏതാ പറഞ്ഞ ഷൂട്ടിങ് ആട്
സിനിമയുടെ ഷൂട്ടിംഗ് പോകുമ്പോഴും ഒരു പക്ഷെ സിനിമയുടെ പേരറിയാൻ പറ്റും, ആക്ടറുടെ പേരറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് പറയാൻ പറ്റും. പക്ഷെ അത് ആളിന് മാത്രം പ്രത്യേകത എവിടെ ചെന്നാലും പേര് പിടിക്കാന്ന് അതൊരു വേറെ അനുഭവം. എപ്പോഴും ഒന്നുകൂടി ക്യാരക്ടറിനെ ബിസി ആകുന്നില്ലേ? ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും ക്രിസ്മസ് ഒക്കെ ഞാനും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും, എന്ത് ചെയ്യായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെ കാണുന്ന ആഗ്രഹം എനിക്കുണ്ട്, അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ആഗ്രഹവും എനിക്കുണ്ട്. അതിനെ വളരെ രണ്ടായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പ് ആവുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വരുന്ന സിനിമയാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിലോടാണ് നമുക്ക് പറയുന്നത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ആ പാട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ പടം ഫീച്ചറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡാണ് നമ്മൾ നടന്നത്. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മളെ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആണ് ചുമ്മാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ശങ്കമില്ല. അതുകൊണ്ട് ഇതേപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എന്റെ വൈഫാണ് ചെയ്യുന്നത്, വളരെ യൂണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്ത ഒരു കോസ്റ്റ്യൂമാണ്. ചേച്ചി കൊണ്ടല്ലേ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, വീണ്ടും എടുത്ത് വിജയിപ്പിക്കാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഓരോരോ പാർട്ടിലും ഓരോരോ സ്റ്റൈലിലാണ് പുള്ളിക്കാരൻ ഓടി വരാറ്. ഷാജിപ്പാപ്പന്റെ മുണ്ടിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയുണ്ട് ഫസ്റ്റ് പാർട്ട് ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. വളരെയധികം നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് അദ്ദേഹം പറയുന്നത് തന്നെ കൈപ്പഴ കുഞ്ഞപ്പനെ കളിയിലെടുത്ത കാര്യമൊക്കെ അദ്ദേഹം പറയുന്നു. ആൻഡ് നമ്മളത് വിശ്വസിച്ചിരുന്നു. സെക്കൻഡ് പാർട്ട് ആയപ്പോഴാണ് കുഞ്ഞപ്പൻ തന്നെ ഡയറക്റ്റ് വരുന്നത്. ആൻഡ് തേർഡ് പാർട്ടിലെങ്കിലും നമുക്ക് ആ കൈ വെട്ടുന്നത് ഒന്ന് കാണാനായിട്ട് പറ്റുമോ? നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അറക്കൽ അബു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞ പോലെ അത്ഭുതമാണ് തോന്നുന്നത്. പെട്ടെന്ന് റിവൈൻഡ് ചെയ്ത് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് റിവൈൻഡ് ചെയ്തതിന്റെ മെമ്മറീസ് പോയത് ആട് റിലീസായതിന്റെ അന്ന് രാത്രി ഞാനും മിഥുനും വിജയുടെ അനിയൻ വിനയും കൂടെ രാത്രി ഇരുന്നിങ്ങനെ ഇവരുടെ ഗസ്റ്റ് ഹൗസിൽ മേൽപോട്ട് നോക്കി വായി കുടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു. അഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്റെ തമാശകളൊക്കെ വർക്കാവാറില്ല. അപ്പൊ എന്നോട് ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചെയ്യാത്തത്. പക്ഷെ എന്നാലും മിഥുനുവിനെയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. ഒരു ചെറുപ്പമൊക്കെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെ കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുന്റെയും വിജയുടെയും ഒക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എന്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിലേക്ക്
കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. മാളികപ്പുറത്തിന് എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിനെ എനിക്കറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീനിലും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. ഞാനും എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നെ പാർട്ണറാക്കാൻ വേണ്ടി സർവീസ് കാണിച്ച തോമസ് തിരുവല്ല അദ്ദേഹം കൂടെ ഉണ്ട്. അപ്പൊ ഈ ആട് 1 പൊട്ടി, അതിന്റെ ആടിൽ വരുന്നു. ആട് 3 ഫോൺ ചെയ്യാൻ പോകും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാൻ തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷേ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്ററായി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങൾ അതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ ആടൊരു ബ്ലോക്ക് ബസ്റ്ററായപ്പോൾ ബ്ലോക്ക് ബസ്റ്ററായാലും ചെറിയ രീതിയിലൊക്കെ 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലായിരുന്നു. അങ്ങനെ ഓടിയ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിന്റെ പേര് ഈ വേദന അനൗൺസ് ചെയ്യാല്ലേ. ഓണത്തിനിടയ്ക്ക് കുട്ടികളില്ല, എന്നാലും പറയാം. അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2-ന്റെ ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇപ്പോൾ രജിസ്റ്റർ വെച്ചാൽ കുട്ടിപ്പിടി. അപ്പൊ അങ്ങനെ ജോക്സ് അപ്പാർട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവവും ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ പടം ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കും. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും. ആട് 1-ലെ ആട് 2-ലെ മിക്കവാറും ആക്ടേഴ്സ് ഒക്കെ 95% ആക്ടേഴ്സും ഇതിനകത്തുണ്ട്. ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1-ലുണ്ടായിരുന്നു അദ്ദേഹം. ഒരു ഉഗ്രൻ വിനായകന്റെ ടീമില് ഡ്യൂഡിന്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റിയില്ല. പക്ഷെ തേർഡ് പാർട്ടില് ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സായ ഭഗത്ത്, നെൽസൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പടം വിജയമാകാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസവും. മിനിമം ഒരാളെങ്കിലും ആട് 3 ചോദിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്ക് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് ദൈവത്തിനോർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ പുതിയ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലെറ്റ്സ് വെൽക്കം അഖിൽ ജോർജ് ഓൺ ടു ദ സ്റ്റേജ്. വരൂ. ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് താങ്കളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കും അറിയണം എന്തൊക്കെയാണ് ബഡ്ജറ്റ് കയറാനുള്ള കാരണം എന്ന് നമ്മൾക്കും കൂടി അറിയണം. എന്തായാലും ഒരു ഫാന്റസി ജോണറിൽ വരുന്നു. അതുപോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. ഗംഭീരമായിട്ടുള്ള ആർട്ടൊക്കെയാണ് ക്യാമറയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫാന്റസി ജോണറിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു പടമാണ്. ആക്ച്വലി അത്യാവശ്യം വലിയൊരു പടമാണ്. ഈവൻ ഞാനും എക്സൈറ്റഡ് ആണ്. ഇതുവരെ ഞാനും ചെയ്യാത്ത ജോണർ. പിന്നെ ഇത്ര വലിയൊരു ഫാന്റസിയിൽ വന്നതിൽ വളരെ സന്തോഷം. എനിക്കറിയാം. ആണെങ്കിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസ് ആണ് മലയാള സിനിമയിൽ ഇപ്പൊ ആട് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഓൾറെഡി പറഞ്ഞു ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ ശൈശിക്കുറിപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾക്കൊക്കെ അതിൽ ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് കയറിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ യു ഹാവ് ഓൾറെഡി മെൻഷൻ ആർട്ടിന്റെ കാര്യമാണെങ്കിലും വലിയ വലിയ ഡിമാൻഡുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വെൽക്കം അനീസ് നാടോടി, പ്ലീസ് സ്റ്റേജിലേക്ക് വരും. നമ്മൾ പറയണം എന്താണ് കുറച്ചൊക്കെ ആ ഫാന്റസി എലമെന്റ് നമുക്ക് ഇദ്ദേഹത്തിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതെ, ഒന്നും അങ്ങോട്ട് വിട്ട് പറയരുത് എന്ന സൈഡിൽ നിന്ന്
ഓരോരുത്തർ കമാൻഡ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. Thank you for coming. And നിങ്ങളുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായത് താങ്ക് യു മോസ്റ്റ്. എനിക്കാകെ പറയാനാവുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ 224 പേർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഇമാജിൻ ദ സൈസ് ആൻഡ് സ്കെയിൽ വി ആർ ഡൂയിങ് ദാറ്റ്. ആട് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ബിഗ് ബജറ്റാണ്, എൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് ബജറ്റാണ്, ഫ്രൈഡേ ഫിലിംസിലെ ഏറ്റവും ബിഗ് ബജറ്റാണ്. ഇത്രമാത്രം പറയുന്നു. And we are trying to deliver the maximum. Once again, thank you all media for coming here, support throughout and down. So, വല്ലാത്ത കളിക്കിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയ ഒരാളാണ് ഷാജി പാപ്പൻ. കൂട്ടുകാരുടെ കാര്യത്തിലല്ലാത്ത, കൂട്ടുകാരെ എപ്പോഴും എന്ത് പ്രശ്നമാണെങ്കിലും കൂടെ ഉണ്ടാവും. പക്ഷെ എന്തിനാ മേരി ഷാജി പാപ്പന്റെ അടുത്ത് അങ്ങനെ ചെയ്യും? ഈ തേർഡ് പാർട്ടിലെങ്കിലും ഷാജി പാപ്പ തിരിച്ച് സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ്. അവിടെ നിന്നൊക്കെ ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആട് ഒരുപാട് വലുതായി. തേർഡ് പാർട്ടിൽ വന്ന് നിൽക്കുന്നു. 1ഉം 2ഉം കഴിഞ്ഞിട്ട് ഞാൻ 2 തീർന്നെന്നാണ് വിചാരിച്ചത് മിഥുൻ. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയാ, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെ എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഈ പ്രാവശ്യം ചെറുപ്പിലായിരിക്കും അല്ലേ? അപ്പം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു വിജയാണ് ആദ്യം വിളിച്ചു പറയുന്നത്. വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അവിടെ മുതൽ ഞാൻ ഇതിന് എപ്പോഴെന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആള് ഡെഫിനറ്റ്ലി സംതിങ് എൽസ് കാണാൻ കാത്തിരുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഷാജി ബാബയുടെ കുടുംബത്തിലേക്ക് നമ്മൾ എത്തി നോക്കിയിരിക്കുകയാണ്. ഇനി തേർഡ് പാർട്ടില് അദ്ദേഹം ഭാര്യയോ മൊത്തം ജീവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. നമുക്ക് സമയത്തിന്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി ആളെ ടീം മെമ്പേഴ്സിനെ എല്ലാം സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നോണി technical actors, everyone who is part of art, please come. Shivu. ഇതിനകത്ത് ക്ലാപ്പിനും ഇതിനൊരു മുഹൂർത്തമുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മകൻ ഇവിടെ എല്ലാവരും ഹരി 120 ദിവസത്തോളമാണ് പ്ലാൻ ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് തീർത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലുക്ക് എടുത്ത് വെളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറെ പേർക്ക് അവരുടെ വർക്ക് തീർക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയുന്നത് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ഇവിടെ ആടിന്റെ 2 ഫ്രാഞ്ചൈസിയിലും 2 പാർട്ടിലും ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്. കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കുന്നവർക്കെല്ലാം സംസാരിക്കാം. പക്ഷേ ഐ വാണ്ട് ഷിവു ടു ടോക്ക്. ഷിവുടെ തടി കുറച്ചിട്ട് എനിക്ക് ശിവനെ മനസ്സിലാവണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2025 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. ഒരു വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് 32 വർഷമായി. അപ്പോൾ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ മിഥുന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും
ഇത്തവണത്തെ ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട്3 വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ഓരോന്ന് കൂടി കൂടി വരുന്നത് ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞു ഞാനെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പറഞ്ഞു സിനിമ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട്2 ജനങ്ങളെ ഏറ്റെടുത്തതുപോലെ ആട്3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുന്നതാണ് എന്റെ വിശ്വാസം. അപ്പോൾ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തോടൊപ്പം വലുതാകുകയും അത് 3ാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 5 minutes തൊട്ട് സംസാരിക്കാൻ പലതോടെ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് വരുന്ന ഡയലോഗിലേക്ക് പറയാൻ തോന്നുന്നത് പൂരം കൂടി കയറി മക്കളെ തുടക്കം പോലെ ഇനി എല്ലാവരും കൂടി ആഘോഷമായിരുന്നു. എല്ലാവർക്കും വിജയനോടും ജയനോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നോട് പ്രത്യേകം ചെയ്യണം എല്ലാവരും നമസ്കാരം. ഒരുപാട് സന്തോഷം. ആട് വണ്ണിലില്ലായിരുന്നു, ആട്2 ഉണ്ടായിരുന്നു, അത് ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാണ് എത്തിയത്. ഒരുപാട് സന്തോഷം. രഞ്ജിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഷാജി പാപ്പന്റെ സ്വന്തം ചേട്ടൻ വരും. ഞങ്ങളെല്ലാം പറയാനുള്ളത് പറഞ്ഞിരിക്കും. ചേട്ടൻ സ്ക്രിപ്റ്റ് നന്നായിട്ട് അറിയാവുന്നത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നും പറയുന്നത് അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാൻ പറയും. ആട്3 ഗംഭീരമാവട്ടെ. ഇതൊരു ആഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആക്ഷൻ വന്നിട്ടുണ്ട്. ആക്ഷൻ. നമസ്കാരം. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ആട്3 ഒരു ഭാഗമാവാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം. ആട്2 ഉണ്ടാവുമെന്ന് വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ മൃദുലചാച്ചൻ എന്നെ വിളിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗംഭീര ഹിറ്റാവട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആട്1, 2, 3 എല്ലാം ആയി. അപ്പൊ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടാണ്. എല്ലാവരും പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ എത്തിയത്. അതിലൊക്കെ ഭാഗവാൻ ഈ ഞങ്ങൾ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയുന്നു ഭാഗവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം. അപ്പൊ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത് വളരെ ദൈവത്തിന്റെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സാറിന് ഇതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഈ കഥാപാത്രങ്ങളുടെ പേരെല്ലാവരും വിളിക്കും. എന്നെ ഡ്രാഗൺ പേര് വിളിക്കും. എന്നെ വിളിക്കുന്നത് പോട്ടെ, എൻ്റെ മോളെ സ്കൂളിലെ കുറ്റം പേര് ഡ്രാഗൺ പേര് ചെയ്യുന്നു. അവിടെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ വരെ ഇത്രയും എല്ലാവരും നന്ദി, നമസ്കാരം. ഹരി വിളിക്കില്ലെന്ന് വെച്ചാൽ വിളിച്ചേക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരോടും നമസ്കാരമുണ്ട്.
പ്രതിജ്ഞ വെച്ച് 1 വർഷം മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത്. നിർത്തി കാണും, എന്നാലും കുഴപ്പമില്ല. എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1 വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞു, എടാ നിന്നെക്കൊണ്ട് വലിയ തലവേദനയായിരിക്കണാണ്, അങ്ങനെ പറഞ്ഞ് എന്നെ അതിലേക്ക് ആഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആട് 3 മിനിമം ഒരു 100 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു സിനിമയെ മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. നമുക്ക് വിളക്ക് കൊളുത്തി ആട് 3ക്ക് തുടക്കം കുറിക്കാം. അതിനായിട്ട് ഞാൻ ലിസ്റ്റിനെയും തോമസേട്ടനെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരും. വിളക്ക് നടുക്ക് വിളക്ക് നടത്ത് എടാ കുറച്ച് ഇറങ്ങി നിൽക്കുക അവിടെ ഇരിക്കി. അങ്ങനെ ഈ മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു ഫാന്റസി, ആ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്രാഞ്ചൈസി ആട് 3 ഇവിടെ വിരുദ്ധരിക്കുകയാണ്. ഈ എല്ലാവരും ഡിസംബറിൽ ഈ ഒരു ക്രിസ്മസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആട് 3യുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ഒരുപാട് ചിരിയുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാവട്ടെ. മലയാള ചരിത്രത്തില്, മലയാള സിനിമാ ചരിത്രത്തില് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് കാത്തിരിക്കാം. അഖിൽ ജോർജ് ആട് 3യുടെ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പടത്തിന്റെ റിലീസോട് കൂടി നമുക്ക് അറിയാം. ഇനി അടുത്തത്
നമ്മുടെ സ്വിച്ച് ഓൺ ഫസ്റ്റ് ക്ലാസ് പരിപാടികളിൽ കിടക്കുകയാണ്. അതോടുകൂടി അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ആദ്യമായിട്ട് പടക്കളത്തിന്റെ വിജയത്തിൽ നിൽക്കുന്ന മിസ്റ്റർ ഷാഫത്തി ഐശ്വര്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത് മിസ്റ്റർ ഷാഫാണ്. ഒരു 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മറ്റേ കാര്യം പറയാം. ഞാൻ പറയും ഒന്നുമില്ല. ശരിക്കും ആട് സിനിമയിലെ എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഒരുപാട് ആരുമില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പോ ആട് സിനിമയിൽ ഞാൻ ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ചോദിച്ച് നടന്ന ഞാൻ ക്ലാഷിൽപ്പെട്ടു പോയതാണ് പ്രേമമാണ്. അങ്ങനെ ഒരു സമയമുണ്ട് ഇതിന്റെ പുറകില്. അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി ഫസ്റ്റ് ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ സംവിധായകനുമായ ശ്രീ ഉണ്ണിമൂന്നൻ ആക്ടർ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ വിട്ടുകൊണ്ട് ഡയറക്ടർ ഉണ്ണിമൂന്നൻ ശരിക്കാണ് എനിക്ക് സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സ്വാമികൾ എൻ്റെ
എല്ലാവർക്കും ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വരാന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. ഇതിന്റെ ടെക്നിക്കാലിറ്റീസും അതിന്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അതും ഇതെല്ലാം പറഞ്ഞത് കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ ഭാവങ്ങളും ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയുണ്ട്. ലൈക്ക് മാർഗോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് 2 വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്ക് ഒരു മാർഗോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം തന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രോ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹിം ബിക്കോസ് എന്നോട് ഇഷ്ടം കൊണ്ട് ശരി പോയി എന്നെ ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു നയാ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു ഇൻവെസ്റ്റ് തന്നു. ഫ്രീഡം ടു ഗോ അഹെഡ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവീക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമ വരട്ടെ. ഇനിയും ഇൻസ്പിറേഷൻസ് നടക്കണം. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല എനിക്ക് കത്തട കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം വരാൻ സാധിച്ചതിൽ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദ കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ഐ ആം ഹാപ്പി ദാറ്റ് യു ഹാവ് ഡൺ സച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഷാജി പാപ്പനെയും മുഖം കൊടുക്കാനായി ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് ഷോട്ടിനായിട്ട് അതിനുശേഷം സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം എന്നോട് പലരും ചോദിച്ചു പടക്കളത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ പടം സോ പ്രസ് ഷുഡ് ഹാങ് ഓൺ. അടുത്തൊരു സ്ക്രിപ്റ്റ് കൈമാറാൻ വേണ്ടിയിട്ട് സ്മിത ആൻഡ് സരിത. ഇനിയൊന്നും ഇല്ലല്ലോ കൂടുതലില്ലേ. അപ്പൊ ആടിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഷാജി പാപ്പന പൈസ എന്ത് ചെയ്തു ക്ഷണിക്കാം. ചേട്ടാ കാണാമേ. ചേട്ടാ കത്തനാറിന്റെ വിശേഷം ചേട്ടാ നമുക്ക് ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അവിടെയാണ് അവിടെയാണ് അപ്പൊ കേട്ടോ. ചേട്ടാ ഓൾ ദ ബെസ്റ്റ്.
പേടിക്കണ്ടെങ്കിൽ ഇതിന് ഓറഞ്ചാക്കാം, ഫുൾ ഓറഞ്ചാക്കാം. ഇതെല്ലാം ഓർഗാനിക്കലി വരുന്നതാണ്. നമുക്ക് ആ ഓർഗാനിക് ഇതുള്ളൂ. Okay, I'm heading out this evening to Bangalore. I have stuff to do there. Okay, thank you. Sandeep, see you. Alright, I'll see you when I'm back. It will be a huge success for us, all of us. Every single person also orders contemplating the smallest. I'm praying for all of them. Everyone. It will buy it. അക്കൗണ്ടിലേക്ക് 27,000 സംതിങ് നിങ്ങൾക്ക് നമ്മൾ വലുത് മൂന്നും ഇതായി. Maybe let's see now. I have a bunch of things going on. So let me see. And he wants me to come to Let me start. So I might just go there.